വന്യമൃഗശല്യം രൂക്ഷമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉരുളൻതണ്ണി ഭാഗത്തുള്ള വെളിയത്തുപറമ്പ്, കൊച്ചുകിണാച്ചേരി, ആനന്ദൻകുടി എന്നീ ഭാഗങ്ങളിലായി 8 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന ആനക്കിടങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉരുളൻതണ്ണി ഭാഗത്തുള്ള വെളിയത്തുപറമ്പ്, കൊച്ചുകിണാച്ചേരി, ആനന്ദൻകുടി എന്നീ ഭാഗങ്ങളിലായി 8 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന ആനക്കിടങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1,40,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ട്രഞ്ചിന്റെ നിർമ്മാണം. ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഊരുനിവാസികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പ്രവൃത്തി വിലയിരുത്തി. MLAയോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK ഗോപി, പഞ്ചായത്ത് മെമ്പർ ബിനേഷ് നാരായണൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ GG സന്തോഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KA അശോകൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ M ദിലീപ് കുമാർ, KM അലിക്കുഞ്ഞ്, K നിതീഷ്, ഇന്ദിരാകുട്ടി രാജു, ശിവപ്രസാദ് S, ബിജു പനങ്കുഴിയിൽ, പ്രദേശവാസികളായ ഓമന കുഞ്ഞുമോൻ, അനിത ബാലകൃഷ്ണൻ, സരസമ്മ പരമു, രേഖ ബിജു, ആനിയപ്പൻ കാണി എന്നിവരും ഉണ്ടായിരുന്നു. ട്രഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. ആവശ്യമായി വരുന്ന മേഖലകളിലെല്ലാം തുടർന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഫണ്ടൊരു തടസ്സമാകില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. MLA ഫണ്ട് അടക്കം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഉരുളൻതണ്ണിയിൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മളൊരു പുതിയ വാഹനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നേരുമംഗലം റേഞ്ചിൽ തന്നെ പെടുന്ന ചെമ്പൻകുടിയിലും മറ്റൊരു വാഹനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യമായ പ്രദേശങ്ങളിലെല്ലാം ആ നിലയിൽ തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിരവധി മേഖലകളിൽ നമ്മുടെ പിണൂർക്കുടിയിലടക്കം ഉരുളൻതണ്ണി ഉൾപ്പെടെ വരുന്ന മേഖലകളിലൊക്കെ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത് കുറേ കൂടി വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ, ഏതാണ്ട് 400ഓളം വരുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, അത്യാവശ്യം വെളിച്ചം, സാധാരണ നിലയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് അല്ല, നല്ല വെളിച്ചം ലഭ്യമാകുന്ന നിലയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവും നമുക്ക് ഈ ആഴ്ച തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിയും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.